ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചാണ് വിധി പറയുക. എഫ്ഐആർ റദ്ദാക്കണം എന്നും ആവശ്യമുണ്ട്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, പങ്കജ് ഭണ്ഡാരി അടക്കമുള്ള പലരും സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി ചെന്നതാണ്. ഈ കേസ് നടക്കുന്നു, ആ കാര്യങ്ങളൊക്കെ പൂർത്തിയാകട്ടെ എന്ന നിലപാടായിരുന്നു സുപ്രീം കോടതി സ്വീകരിച്ചത്. ഇപ്പോൾ പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയുകയാണ്. സ്വാഭാവിക ജാമ്യത്തിന്റെ പേരിൽ പലരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? എപ്പോഴാണ് ഈ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിച്ച് വിധി പറയുക? രാവിലെ തന്നെ ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ച് വിധി പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യത്തെ ഐറ്റമായാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ഏകദേശം ഒരു 3 ആഴ്ചയോളം ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദം കേട്ടിരുന്നു കോടതിയിൽ. പങ്കജ് ഭണ്ഡാരി വ്യക്തമാക്കുന്നത് തനിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമില്ല, തൻ്റെ അടുത്തേക്ക് ഈ ദ്വാരപാലക പാളി എത്തി, അതിനുശേഷം താൻ അത് വേർതിരിച്ചു നൽകി ഒരു സ്ഥാപനം എന്ന നിലയിൽ ചെയ്യേണ്ട ജോലികൾ മാത്രമാണ് ചെയ്തത്, അതിനപ്പുറത്തേക്ക് താനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പങ്കജ് ഭണ്ഡാരിയുടെ വാദം. പക്ഷേ SIT ആകട്ടെ വളരെ ശക്തമായി തന്നെ ഈ FIR റദ്ദ് ചെയ്യണമെന്നും അതോടൊപ്പം തന്നെ പങ്കജ് ഭണ്ഡാരിയെ കസ്റ്റഡിയിൽ നിന്ന് വിട്ടു നൽകണമെന്നുള്ള ആവശ്യത്തെ എതിർക്കുകയാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ ഇവർ 3 പേരും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് സ്വർണ്ണക്കൊള്ള എന്നുള്ളതാണ് SITയുടെ വിലയിരുത്തൽ. നേരത്തെ SIT നൽകിയ സത്യവാങ്മൂലത്തിലൊക്കെ അക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഘട്ടത്തിൽ പങ്കജ് ഭണ്ഡാരിക്ക് നിലവിൽ ജാമ്യം നൽകിയാൽ, അത് അദ്ദേഹത്തെ പുറത്തിറക്കിയാൽ അത് നിലവിൽ കേസ് അട്ടിമറിക്കപ്പെടാനും തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നാണ് SITയുടെ വിലയിരുത്തൽ. ഇന്ന് ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ച് വിധി പറയും. അതോടൊപ്പം തന്നെ വിധിപ്പകർപ്പ് ഏറെ നിർണായകമായിരിക്കും. കാരണം കഴിഞ്ഞ തവണകളിലൊക്കെ ഈ പ്രതികളുടെ വിധിപ്പകർപ്പുമായി ബന്ധപ്പെട്ട് സിംഗിൾ ബെഞ്ച് പുറത്തിറക്കിയ വിധിപ്പകർപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങൾ SITക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പങ്കജ് ഭണ്ഡാരിയുടെ ഈ ഉത്തരവ്, അതായത് വിധി, വെദർ ഇറ്റ് ഈസ് ജാമ്യം കിട്ടുകയോ ഇല്ലയോ, എന്തായാലും അതിൽ ആ ഉത്തരവ് ഏറെ നിർണായകമായിരിക്കും. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനം SITക്കെതിരെ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ അതിലാണ് ഏറെ ആകാംക്ഷയുള്ളത്. GK. ശരി വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിച്ച ഹൈക്കോടതി ഇന്ന് വിധി പറയാനിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ അതിലുള്ള തീരുമാനം ഉണ്ടാകും എന്നാണ് വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.